വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു നാടൻ സിമ്പിൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഞാനിവിടെ 1/2 kg ക്രാബ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്രാബ് കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇനി അതിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ്, വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. 2 ഉള്ളി, ഒരു 8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. ഇനി ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വെളുത്തുള്ളി പേസ്റ്റാക്കി അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റിയെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം അരച്ച് ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തക്കാളിയും കൂടി ഒരു 2 തക്കാളിയും കൂടി മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചിട്ട് അതും കൂടി ചേർത്ത് നന്നായി വഴറ്റി പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ വേവിച്ച് വെച്ചേക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ച വെള്ളം അപ്പം ചേർക്കാൻ പാടില്ല, വെറും ഞണ്ട് മാത്രം ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. നമുക്ക് വേണ്ടിക്കലും ഞണ്ട് വേവിക്കാതെയും ഇതിൻ്റെ അകത്ത് ചേർക്കാവുന്നതാണ്. ഞണ്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ ഈ ഒരു മസാലയൊക്കെ അതിലേക്കൊന്ന് നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് വെച്ചേക്കുന്ന വെള്ളം ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. എന്നാലേ ഇതിലേക്ക് മസാല നന്നായിട്ട് പിടിക്കത്തുള്ളൂ. എന്നിട്ട് പിന്നെ അത് തുറന്ന് വെച്ച് അതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാം. നമുക്ക് ഈ ഒരു ടിപ്പ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് എരിവ് കുറച്ച് കൂടിയതുപോലെ തോന്നിയത് കൊണ്ട് ഒരു സവാള തൊലിയൊക്കെ കളഞ്ഞ് 2 സ്ലൈസായി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരിവ് ആ സവാള വലിച്ചെടുക്കും. എന്നിട്ട് കറി ഒന്ന് നന്നായിട്ട് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ സവാള എടുത്ത് മാറ്റാവുന്നതാണ് ലാസ്റ്റ്. അപ്പം നല്ല സ്പൈസി നാടൻ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.